ഓരോ ജീവിതവും ധന്യമാക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർമ്മമാണ്. അതായത് കർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം ചില അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യതയിൽ കൊണ്ടു നടക്കുമ്പോൾ അത് മനസ്സിൽ രൂപപ്പെടുത്തുന്ന ചില ഊർജ്ജശക്തികൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തും. നമ്മൾ സ്വയം നോക്ക്, നമ്മുടെ ജീവിതത്തെ നമ്മൾ എവിടെയാണ് സമർപ്പിക്കുന്നത്, അതിനനുസരിച്ച് അതാവുള്ളൂ. ഇപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രാജ്വലി ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി പറ്റണം. അപ്പം അതിന് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മൾ ഹിന്ദു സമൂഹത്തിൽ എന്താ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാവരും ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാക്കി. ഗീതയിൽ 18-ാം അധ്യായത്തിൽ കൃഷ്ണൻ 45-ാം ശ്ലോകത്തിൽ പറയും, സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ആര് ചില കർത്തവ്യനിരതരായിട്ട് ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ അത് തന്നെയാണ് ഭക്തി, അത് തന്നെയാണ് പൂജ. കാരണം നിങ്ങളുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ഊർജമുണ്ടല്ലോ, അത് പരിവർത്തനമുണ്ടാക്കും സമൂഹത്തിൽ. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഭക്തിയിൽ നിന്ന് മാറണം. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ അനുഷ്ഠാനത്തിലേക്കും മറ്റുള്ളവരെ അനുഷ്ഠിപ്പിക്കുന്നതിലേക്കും, അങ്ങനെ എല്ലാവരും ഒന്ന് ഉത്തരവാദിത്വത്തോടെ ഉണർന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ മാറ്റം ഉണ്ടാവും. നമുക്കെല്ലാവർക്കും മാറ്റം വരുത്താൻ കഴിവുള്ളവരാണ്. ഒരു വാക്ക് നിങ്ങളെപ്പോഴും മറക്കരുത്, നമ്മളെപ്പോഴും മുന്നിൽ നടക്കാൻ വന്നവരാണ്, പിന്നിൽ നടക്കേണ്ടവരല്ല. ഈ മുന്നിൽ നടക്കുക, എന്താണ് ഈ മുന്നിൽ നടത്തം? അതാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. അപ്പം നമ്മുടെ ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് മനുഷ്യനെ ഉണർത്തിക്കൊണ്ടുവന്ന് നമ്മളെ അവിടെ നിന്ന് ഉയർത്തുകയാണ്. അനന്ത സാധ്യതകളിലേക്കും അനന്ത ശക്തിയിലേക്കും നമ്മളെ ഉയർത്തുകയാണ്. ആരാ ഇവിടെ ദുർബലന്മാർ? ആരാ ഇവിടെ നിന്ന് ഇത് കരയേണ്ടവർ? ഇവിടെ കരയേണ്ടവരായി ആരുമില്ല. എപ്പോഴാണ് കരയുന്നത് അറിയോ? പിന്നിൽ നടക്കുന്നവർ കരയും. കാരണം മുന്നിൽ നടക്കുന്നവർ കരുതും എന്ന് വിചാരിച്ച്, മുന്നിൽ നടക്കുന്നവർ തന്നെ കരുതും എന്ന് കരുതി കരയുന്നവരുണ്ട്. സ്നേഹത്തിന് വേണ്ടി കരയുക. നമ്മൾ ശരിക്കും നമ്മുടെ വൈഭവത്തിലേക്ക്, മഹത്വത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റിയിട്ടില്ല. എത്ര സാധ്യതകൾ ഉള്ളിലുണ്ടെന്ന് നമുക്ക് എത്ര പേർക്കറിയാം. നമ്മളതിൻ്റെ ഒരു പുറം പൂച്ചിൽ നിന്ന്, അതിൻ്റെ ഒരു പുറം ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് കവി പാടിയതുപോലെ അനന്തമജ്ഞാനം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിൻ്റെ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ, പൂന്താനം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. കണ്ടതൊന്നുമേ സത്യമല്ലെന്നിതു മുമ്പേ കണ്ടിട്ടറിയുന്നീതു ചിലർക്ക് കണ്ടാലും കൊണ്ടാലും തിരിയാത്ത ഒരു സത്യം. ഇപ്പം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇനിയും നമുക്കൊരു തീർത്ഥാടനമുണ്ട്. പുറത്ത് മാത്രമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ സ്വഭാവങ്ങളുടെ, ശീലങ്ങളുടെ, ഇഷ്ടാനിഷ്ടങ്ങളുടെ, അങ്ങനെ ഒരു ലോകത്തിനപ്പുറത്തേക്ക് ഒരു ആത്മശക്തിയുടെ, ആത്മവൈഭവത്തിൻ്റെ, ആത്മമഹത്വത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പോവേണ്ടതുണ്ട്. അപ്പം അതിനാണ് നിങ്ങൾ രാവിലെ എണീക്കുന്നതും വിഷ്ണു സഹസ്രനാമ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതൊക്കെ. ഇത് കാലം കൊണ്ടുണ്ടാക്കുന്ന ഒരു പരിവർത്തനം അത്ഭുതകരമായിരിക്കും. പഠിക്കേണ്ടത് കണ്ടെത്തേണ്ടതാണ്. കണ്ടെത്തണമെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഉള്ളിലുണ്ട് വൈഭവം. അതാണ് നമ്മൾ സയൻസുമായിട്ട് ജീവിതത്തെ കണക്ട് ചെയ്യുമ്പം നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ഒന്നും ഉണ്ടാക്കണ്ട, ഉണ്ട്. ആ ഉള്ളതിനെ അങ്ങോട്ട് എന്ത് ചെയ്യണം? അത് സാധിക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായ അനുഷ്ഠാന സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ഹിന്ദു ഭവനങ്ങളൊക്കെ ഇങ്ങോട്ട് ഉണരട്ടെ, ഒന്ന് ഉണരട്ടെ, ഒരു ഊർജ്ജമുള്ളതാവട്ടെ. അതുപോലെ തന്നെ ജഗത് ഹിതായ, ജഗത്തിന് ഹിതം ചെയ്യുക. നാളത്തെ തലമുറയിൽ ആരൊക്കെയാണ് അതീവ അത്ഭുത ശക്തിയുള്ളവർ നമുക്കറിയില്ല. അപ്പം അവരെയൊക്കെ ഒന്ന് ഉണർത്തി കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ
ഒരു പ്രയോജനകരമായ ജീവിതത്തിലേക്ക് അവരെ എത്തിക്കണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പം അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതെ യാതൊരു വഴിയില്ല. കൃഷ്ണൻ പറയുന്ന ഏറ്റവും വലിയ പൂജ എന്താണെന്നറിയോ? ഈ തൊഴുതു പോകുന്നതാണ് പൂജയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാണ് ഹിന്ദുവിൻ്റെ അധപ്പതനം. ഞാൻ സത്യം പറയാനേ, നമ്മൾ കൃഷ്ണൻ പറഞ്ഞതല്ല അനുസരിക്കുന്നത്. കൃഷ്ണൻ തന്നെ തൊഴാനല്ല പറഞ്ഞിട്ടുള്ളത്. തൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഗീതയിലെ 18-ാം അധ്യായത്തിലെ 45-ാം ശ്ലോകം ഒന്ന് എടുക്കുക നിങ്ങൾ. ഗീതയിലെ 18-ാമത്. ഈ ഗീത ഒന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കൃഷ്ണൻ പറഞ്ഞതനുസരിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ എന്താണോ പറഞ്ഞത് അതനുസരിക്കണം. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ തൊഴാൻ പോവാൻ? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാമെന്ന്? പറഞ്ഞിട്ടുണ്ടോ? അപ്പം ആരോ അനുഷ്ഠിച്ചതിനെ നമ്മൾ അന്ധമായി അനുഷ്ഠിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കണം. ഇപ്പം ഹിന്ദുക്കൾക്ക് വേണ്ടതെന്ന് അറിയോ? ഒരന്ധമായ ആചരണത്തിൽ നിന്നും പുറത്ത് കിടക്കലാണ്. അതിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്. ഇപ്പം ഗീതയിൽ 18-ാം അധ്യായത്തിൽ 45-ാം ശ്ലോകമാണ് തോന്നുന്നു. അവിടെ പറയും, സ്വേ സ്വേ കർമ്മണ്യപരിത സംസിദ്ധിം ലഭതേ നര. അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനം. എന്താണ്? സ്വകർമ്മണാഥം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. സ്വ എന്ന് പറഞ്ഞാൽ അവനവൻ അനുഷ്ഠിക്കുന്ന കർമ്മം കൊണ്ട്. ഇപ്പം നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ ആ കർമ്മം തന്നെ തം അഭ്യർച്ച്യ, അത് ഭഗവാനുള്ള അർച്ചനയാണ്.